ഫൈഫോടെക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഇതുപോലൊരു അടിപൊളി ഫ്ലവർ പോട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിന് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇതിനായിട്ട് ആദ്യം വേണ്ടത് ഇതുപോലത്തെ ഒരു PVC പൈപ്പാണ്. ഇത് നമ്മൾ കൃത്യമായിട്ട് നടു കട്ട് ചെയ്ത് മാറ്റിയതാണ്. അപ്പോൾ ഇതിൻ്റെ അളവെന്ന് പറയുന്നത് 14 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ രണ്ട് സൈഡും ഒന്ന് അടച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു 4 ഇഞ്ച് ഷീറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതുപോലെ ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അതിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച 2 പീസാണ്. ഇത് നമുക്കിതുപോലെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഒട്ടിക്കാൻ യൂസ് ചെയ്യുന്നത് നല്ല പവർഫുള്ളായ സൂപ്പർ ഗ്ലൂവോ ഫ്ലക്സ് ക്യൂക്കോ അങ്ങനത്തെ ഏതെങ്കിലും ഗമ്മ് യൂസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ രണ്ടാമത്തെ സൈഡ് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഒരു തെർമോക്കോൾ കട്ടർ യൂസ് ചെയ്ത് ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് ഫിനിഷ് ആക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡ് മാക്കണം. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് ഈ ഒരു ഭാഗം സ്മൂത്ത് ചെയ്യാൻ ഒന്ന് സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് ഉരച്ചെടുക്കാം. ഇതുപോലെ ആയി കിട്ടും. ഇതുപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡും ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ രണ്ട് സൈഡും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പോട്ടിൽ നമുക്ക് വെള്ളം പോകാൻ വേണ്ടി ഒരു 2-3 ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ സോൾഡറിംഗ് ആണ് യൂസ് ചെയ്ത് ഇതുപോലെ ഹോൾ ഇട്ടെടുക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കിതൊന്ന് കെട്ടാൻ വേണ്ടി സൈഡിൽ 4 ഹോളുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും നമ്മൾ ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ സോൾഡറിംഗ് ആൺ ഉപയോഗിച്ച് ചെയ്തത് കൊണ്ട് നമുക്കിവിടെ വേസ്റ്റൊക്കെ പൊന്തി വരുന്നത് കാണാം. അതൊക്കെ നമുക്ക് ഒരു കട്ടർ യൂസ് ചെയ്ത് ഇതുപോലെ മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അളവ് കൃത്യമായിട്ട് നോക്കിയാൽ 15 സെൻറ്റിമീറ്റർ ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പോട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ഫാബ്രിക് പെയിൻറ്റ് ഒരു പ്രൈമർ കോട്ടായിട്ട് വൈറ്റ് കളറാണ് അടിക്കുന്നത്. അതും ജസ്റ്റ് ബ്രഷ് ഉപയോഗിച്ച് അങ്ങോട്ട് പായിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണക്കാം. അപ്പോൾ ഉണങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 3 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യണം. ഏകദേശം 5 സെൻറ്റിമീറ്ററാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്കിതുപോലത്തെ ഒരു PVC പൈപ്പ് എടുത്ത് ഇതുപോലെ ഒന്ന് കൃത്യമായിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ തെറ്റി പോകാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ PVC പൈപ്പ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിതുപോലെ 3 കളറാണ് യൂസ് ചെയ്യുന്നത്: ബ്ലാക്ക്, ബ്ലൂ, റെഡ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബ്ലാക്ക് കളർ എടുത്ത് പെയിൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളെ 2 സൈഡും നമ്മൾ ബ്ലാക്കാണ് അടിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ഈ ഒരു ബോർഡറും നമ്മൾ ബ്ലാക്ക് അടിച്ചെടുക്കുന്നു. നമുക്കിതിൻ്റെ അടിഭാഗത്ത് 2 സൈഡിൽ നമ്മൾ റെഡും സെൻറ്ററിൽ ഒരു ബ്ലൂ കളറുമാണ് അടിക്കുന്നത്. അപ്പോൾ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ കൃത്യം സെൻറ്ററിൽ ബ്ലൂ കളറും അടിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് അടിച്ചെടുത്തു, നന്നായിട്ട് ഉണക്കിയിട്ടുമുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്കൊരു 5 പീസ് വേണം. അപ്പോൾ 5 പീസിൽ ഇതുപോലെ 2 പീസ് സെൻട്രൽ റെഡും ബാക്കി 3 സെൻട്രൽ ബ്ലൂവും എന്ന രീതിയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇതുപോലെ നമുക്ക് ഒരു 4 പീസ് വയർ വേണം. വയറല്ല, കയറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കോട്ടൻ്റെ നൂലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ആദ്യം ഒരു പോട്ടിൻ്റെ ഉള്ളിൽ കൂടെ കോർത്തെടുക്കണം.
ഇനി നമുക്കിത് നേരെ ഇതിൻ്റെ പുറത്തെ ഹോളിലൂടെയും എടുക്കണം. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. ഇതുപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ മുകളിലെ ഹൈറ്റ് കൃത്യമാക്കി വെക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ 4 സൈഡും നമുക്ക് ഫ്ലക്സ് ക്യൂക്ക് യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് സ്ട്രോങ് ആക്കിയെടുക്കാം. ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് രണ്ടാമത്തെ പോട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അടുത്തത് സെൻറ്ററിൽ നമുക്ക് റെഡ് കളറാണ് വേണ്ടത്. ഇതുപോലെ നമുക്ക് അതും ഒന്ന് ഇതുപോലെ കോർത്തെടുക്കാം. നമുക്ക് ഏകദേശം ഒരു 10 സെൻറ്റിമീറ്റർ വീതി വെച്ചതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് ഗ്ലൂ ചെയ്തെടുക്കാം. അങ്ങനെ 4 സൈഡ് നമുക്ക് കൃത്യം 10 സെൻറ്റിമീറ്റർ ആക്കി ഗ്ലൂ ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് 5 എണ്ണം ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ അവസാനത്തതും ഇതുപോലെ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അവസാനമായി നമുക്ക് ഇതിൻ്റെ അറ്റത്ത് ഒരു കെട്ടിട്ട് കൊടുക്കണം. ഇതുപോലെ ഇപ്പോൾ നമ്മൾ കെട്ടിയെടുത്തപ്പോൾ ഏകദേശം ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മൊത്തം മണ്ണ് നിറച്ച് നമുക്കിതിൽ ചെടി നടാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതുപോലെ മണ്ണ് ഫില്ല് ചെയ്യാം. ഇപ്പോൾ മൊത്തത്തിൽ നമ്മൾ മണ്ണ് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഓരോന്നിലും ഓരോ പ്ലാന്റുകൾ നടാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഫുൾ വർക്ക് ഇവിടെ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. ഇതുപോലെയുള്ള പുതുപുത്തൻ വീഡിയോസ് കിട്ടാൻ ഞങ്ങളുടെ ഫൈഫോടെക്സ് എന്ന യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരേക്കും സൈനിങ് ഔട്ട്.